ഹർത്താലിലെ ആക്രമണങ്ങൾ ഭരണഘടനാ വിരുദ്ധമെന്ന് ഹൈക്കോടതി. ഹർത്താലിനെതിരെ എന്ത് നടപടിയെടുത്തുവെന്ന് സർക്കാരിനോട് കോടതി ചോദിച്ചു. CN പ്രകാശ് ചേരുന്നു. പ്രകാശ്, നിശിത വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് ഹർത്താലുകൾക്കെതിരെ കോടതി. എന്താണ് കോടതിയുടെ ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങൾ? ഹർത്താൽ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ചേംബർ ഓഫ് കൊമേഴ്സ് നൽകിയ ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതി പരിഗണിക്കുന്നത്. ഹൈക്കോടതി ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാടാണ് ആദ്യം തേടിയിരിക്കുന്നത്. സ്ഥിരമായി അക്രമം നടക്കുന്ന സ്ഥലങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് ഹൈക്കോടതി ആരാഞ്ഞു. അക്രമങ്ങൾ തടയാൻ സമഗ്രമായ പദ്ധതി ഉണ്ടോ എന്നും കോടതി ചോദിച്ചു. ഹർത്താലിന്റെ പേരിൽ നടക്കുന്ന അക്രമങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്നും കോടതി പറഞ്ഞു. ഹർത്താൽ നിരോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് ചേംബർ ഓഫ് കൊമേഴ്സ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. നാളത്തെ പണിമുടക്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നും കോടതി ആരാഞ്ഞിട്ടുണ്ട്. ഹർത്താലുകൾ മൂലം ഓഫീസുകളുടെയും സ്കൂളുകളുടെയും പ്രവർത്തന ദിനങ്ങൾ കുറയുന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നും കോടതി ആരാഞ്ഞു. ഹർത്താലുകൾ വെറും തമാശ പോലെ ആകുന്നുണ്ടോ എന്നും കോടതി വാക്കാൽ നിരീക്ഷിച്ചു. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ, കോടതിയുടെ തീരുമാനമടക്കമുള്ള കാര്യങ്ങൾ വാദം മാത്രമാണോ നടക്കുന്നത്? നിരീക്ഷണങ്ങളാണോ ഉണ്ടായത്? ഏതെങ്കിലും ഇതിലുള്ള തീരുമാനം ഈ ഹർജിയുമായി ബന്ധപ്പെട്ടതുണ്ടാകാൻ സാധ്യതയുണ്ടോ പ്രകാശ്? ഈ ഹർജി ഇപ്പോൾ കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം നടത്തുന്നില്ല എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഈ ഹർജി പരിഗണിക്കുന്ന വേളയിൽ കോടതി നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ ഹർജി ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് കോടതി. ഹർത്താലുമായി ബന്ധപ്പെട്ട ഹർജി, അക്രമം തടയാൻ സമഗ്ര പദ്ധതി വേണമെന്ന് പറയുന്നു. ഹർത്താൽ ദിനത്തിലുണ്ടായ അക്രമ സംഭവങ്ങൾ അതടക്കം ഭരണഘടനാ വിരുദ്ധമാണ്. അക്രമം തടയാൻ പദ്ധതി ഉണ്ടാകണം. ഒരു വർഷം 97 ഹർത്താലുകൾ വരെ നടന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ് എന്ന് കോടതി പറഞ്ഞു വെക്കുന്നു. സർക്കാർ എന്തു നടപടി എടുത്തുവെന്നും കോടതി ചോദിച്ചു. ഇത് സംബന്ധിച്ച വിശദീകരണം സർക്കാരിനോട് കോടതി ചോദിച്ചിട്ടുണ്ട്. അക്രമങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി പറഞ്ഞു വെക്കുന്നു. ഹർത്താലിനെതിരെ നിശിത വിമർശനമാണ് ഹൈക്കോടതി ഇന്ന് ഉന്നയിച്ചത്. ചേംബർ ഓഫ് കൊമേഴ്സ് ഹർത്താലുകൾക്കെതിരെ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഈ നിരീക്ഷണങ്ങൾ. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട വാദം കോടതിയിൽ തുടരുകയാണ്.